ഹലോ ഓൾ, വെൽക്കം ടു ഐഫ UGC NT ആൻസർ കീ വെരിഫിക്കേഷന്, അതുപോലെ തന്നെ ആൻസർ കീ ചലഞ്ചിങ് അതെങ്ങനെയാണ് എന്നുള്ളത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻസർ കീ ചലഞ്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും സ്വന്തം ആൻസർ കീ നോക്കാറില്ല. ആൻസർ കാരണം 2-3 ആഴ്ച കൊണ്ട് റിസൾട്ട് വരുമല്ലോ, റിസൾട്ട് വരുന്ന സമയത്ത് ആൻസർ നോക്കാമെന്നാണ് പറയാറ്. പക്ഷേ ഇത് വളരെ നിർബന്ധമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചിലപ്പോൾ അത്യാവശ്യം പ്രത്യേകിച്ച് കുറച്ചൊക്കെ പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇതിൽ 1-2 ആൻസർ കീസ് ചിലപ്പോൾ തെറ്റുണ്ടാവാറുണ്ട്, മൾട്ടിപ്പിൾ ആൻസർ കീസ് തെറ്റുണ്ടാവാറുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ അത് ചലഞ്ച് ചെയ്യില്ല. അതായത് ആൻസർ കീ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടുള്ള ആൻസർ കീകൾ, ഒറിജിനൽ ആയിട്ടുള്ള ആൻസർ കീകൾ തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ആൻസർ കീ തെറ്റുണ്ട് നമുക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് നമ്മൾ ആ തെറ്റുണ്ട് എന്ന് അവർക്ക് തെളിവ് കൊടുക്കുന്നു. അവരത് വാലിഡേറ്റ് ചെയ്തിട്ട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ആ ആൻസർ കീ മാറ്റും. ഇതാണ് സംഭവം. ഇതെവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് നെറ്റും JRF ഒരു മാർക്കിനൊക്കെ മിസ് ചെയ്യാറുണ്ട്, 1-2 മാർക്കുകൾക്കൊക്കെ മിസ് ചെയ്യാറുണ്ട്. നമ്മളെ തന്നെ അനുഭവത്തിലുണ്ട്, നിങ്ങളെയും തന്നെ അനുഭവത്തിലുണ്ടാവും. അപ്പം ചിലപ്പോൾ നിങ്ങളൊരു ആൻസർ കീ ചലഞ്ച് ചെയ്തില്ല, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ചലഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാതെ ആൻസർ കീ ആരും ചെയ്തിട്ടില്ല എന്ന് കരുതാം. ഓക്കെ, ആ ആൻസർ കീ ആയിട്ട് അവർ മുന്നോട്ട് പോകും. ചിലപ്പോൾ റിസൾട്ട് വരും, നിങ്ങൾക്ക് JRF നെറ്റ് 1 മാർക്കിന് പോകും. ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾ ആൻസർ കീ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ കീ തെറ്റാണെന്ന് മനസ്സിലാവുക. അപ്പം അന്ന് അത് കറക്റ്റ് ആക്കിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരൊരു ചലഞ്ച് ചെയ്യാൻ ഓപ്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് ഒടുക്കത്തെ ഗിൽട്ടായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ നെറ്റോ JRF തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഈ ആൻസർ കീ ചലഞ്ച് എന്ന് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് പഠിച്ച കുട്ടികളെ സംബന്ധിച്ച്. ഓക്കെ, ഏതായാലും നമ്മൾ ഇതിന്റെ റിസൾട്ട് അറിയാൻ പോകുന്നതാണ്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ അറിയുന്നു എന്നുള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഇതിന്റെ മാർക്ക് ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് നോക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നോക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റിസൾട്ടിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഇത് നോക്കാത്തത് കാരണം ചിലപ്പോൾ ഒരു 1-2 മാർക്കോ അവർ കറക്റ്റ് ചെയ്യപ്പെടാത്ത ആൻസർ കീ കാരണം നമുക്ക് നെറ്റോ JRF പോലെ മിസ്സാക്കാം. സോ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, പറ്റാവുന്നത്ര സ്പീഡിൽ പറയാം. പക്ഷെ ഞാൻ എൻ്റെ പുതുതായിട്ട് എക്സാം എഴുതുന്ന ആളുകളെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം കുറച്ച് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നതായിരിക്കും. ഓക്കെ, സോ ഐ വിൽ സി. സോ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ UGC നെറ്റ് എന്നുള്ള സൈറ്റ് എടുക്കുന്നു. ഈ സൈറ്റ് എടുക്കുന്ന സമയത്ത് ഓക്കെ, നിങ്ങൾക്ക് ഇതാ ഫസ്റ്റ് ഡിസ്പ്ലേ ഓഫ് പ്രൊഫഷണൽ ആൻസർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ ചെയ്യുന്ന ദിവസം 21st 22nd 23rd ആൻസർ കേസ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതും വരും ദിവസങ്ങളിൽ തന്നെ വരും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ഉണ്ടാവും. അതായത് 21, 22, 23 ദിവസങ്ങളുടെ ആൻസർ കീയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ 7th സെപ്റ്റംബർ 5 മണി മുതൽ 9th സെപ്റ്റംബർ രാത്രി 11:30 വരെയാണ് ആൻസർ കീ ചലഞ്ചിനുള്ള ഓപ്ഷൻ എന്നുള്ളത്. ഈ പറയുന്ന 9th സെപ്റ്റംബർ 11:50 വരെ തന്നെയാണ് പേയ്മെന്റിനും. സാധാരണ ഈ ചലഞ്ചിങ്ങിനും പേയ്മെന്റിനുള്ള സമയം ഡിഫറൻസ് ആവാറുണ്ട്. പക്ഷെ ഇത് രണ്ടും ഇപ്രാവശ്യം സെയിം ആണുള്ളത്. അപ്പം 7, 8, 9 3 ദിവസമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ആൻസർ കീ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ദിവസമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓക്കെ മനസ്സിലാക്കുക. 200 രൂപയാണ് ആൻസർ കീ ചലഞ്ചിന് വരുന്നത്. 200 രൂപയാണ് വരുന്നത്. അത് വാട്ട് വി കൻ സേ, നിങ്ങൾക്ക് അത് റീഫണ്ടബിൾ അല്ല. നിങ്ങളെ ചലഞ്ച് കറക്റ്റ് ആയാലും അത് റീഫണ്ട് ചെയ്യില്ല എന്നുള്ളൊരു കേസും കൂടി മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ആൻസർ കീ ചലഞ്ച് വരിക എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഒരു NTA സ്ക്രീനിൽ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൻസർ കീ ചലഞ്ച് ഓക്കെ ഡേറ്റഡ്, അതുപോലെ ലേറ്റസ്റ്റ് ക്ലിക്ക് ഹിയർ ടു ആൻസർ കീ ചലഞ്ച്, ക്ലിക്ക് ഹിയർ ടു ആൻസർ കീ ചലഞ്ചിന് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഈ കാണുന്ന സെക്യൂരിറ്റി പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഓക്കെ ഒരു പേജിലേക്ക് നിങ്ങൾ എത്തും. ഐ വിൽ ഷോ ദ പേജ്. അങ്ങനെ നിങ്ങൾ അവിടെ നിങ്ങളുടെ യൂസർ കീം ഇതെല്ലാം കൂടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, ഇത്തരത്തിലുള്ള പേജല്ല, വിച്ച് ഈസ് ദിസ് പേജ്, ഈ പേജിലേക്ക് എത്തും. അപ്പോൾ ഈ പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ പേജിൽ നിങ്ങൾക്ക് നിങ്ങളെ പേര് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ പേജിൽ മനസ്സിലാക്കുക 2 കമ്പണന്റ് ഉണ്ടാവും ഇതിനെ സംബന്ധിച്ച്. ഓക്കെ, 2 കമ്പണന്റ് ഉണ്ടാവും NTA നെറ്റ് ആൻസർ കീനെ സംബന്ധിച്ച് എന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് 2 കമ്പണന്റ് എന്ന് ചോദിച്ചാൽ, ഒന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റ്, നിങ്ങൾ ചെയ്ത ആൻസർ. 2 ഒറിജിനൽ ആൻസർ കീ. ഇത് രണ്ടും ഒരുമിച്ചല്ല ഉണ്ടാവുക, ഇത് 2 ഡിഫറെന്റ് ആസ്പെക്റ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് 2 ഡിഫറെന്റ് ആസ്പെക്റ്റിലായിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങൾ ചെയ്ത ആൻസറും അതുപോലെ തന്നെ ഒറിജിനൽ ആൻസർ കീയും 2 ഡിഫറെന്റ് ആസ്പെക്റ്റിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ തന്നിരിക്കുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ്
നിങ്ങളുടെ ആൻസർ കീ വ്യൂ ആൻസർ ഷീറ്റ് എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ വ്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീ കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ആൻസർ കീ കാണാൻ സാധിക്കും. ചലഞ്ച് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ, ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ബേസിക്കലി നിങ്ങൾക്ക് മൊത്തം ഒറിജിനൽ ആൻസർ കീ കാണാം. അതായത് NTA റിലീസ് ചെയ്യുന്ന ആൻസർ കീ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചലഞ്ചിൽ ഈ വ്യൂവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഓരോ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആൻസർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വ്യൂ എന്ന് പറഞ്ഞാൽ നോർമലി എന്താ വരിക എന്ന് വെച്ചാൽ നിങ്ങൾ ചലഞ്ച് ചെയ്തതിനു ശേഷം ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചലഞ്ച് ചെയ്തതെന്ന് കാണാനുള്ളതാണ്. ചലഞ്ച് ചെയ്തതിനു ശേഷം ഈ ചലഞ്ച് എന്നുള്ളത് ഇവിടെ വാട്ട് വി കൻ സേ പേ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. ഓക്കെ, പേ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഓക്കെ ഇവിടെ വരിക എന്നുള്ളതാണ്. ഓക്കെ, അതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നോക്കാം, നമുക്ക് വ്യൂ നോക്കി നോക്കാം. ഓക്കെ, വ്യൂ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഓക്കെ ബേസിക്കലി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത ആൻസർ. അപ്പോൾ ഈ ആൻസർ ചെയ്തതിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, പലരുടെയും ക്വസ്റ്റ്യൻസിന്റെ ഓർഡർ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ്. ഇതാണ് ക്വസ്റ്റ്യൻ ID എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് കാണുന്നതാണ് ക്വസ്റ്റ്യൻ ID. ഫസ്റ്റ് കാണുന്നതാണ് ക്വസ്റ്റ്യൻ ID. ഓക്കെ, അതിലെ നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ ആണ് ഓപ്ഷൻ 1. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ ID ഓപ്ഷൻ. ഇത് ഓരോ ഓപ്ഷനും ഓരോ IDs ഉണ്ടാവും. ഓക്കെ, ഓരോ ഓപ്ഷനും ഓരോ ID ഉണ്ടാവും. ഇതാണ് ഓപ്ഷൻ 1. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ചലഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇനി എങ്ങനെയാണ്, അപ്പം നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ ചെയ്ത ആൻസർ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, വിൽ ബി ടേക്കിംഗ്, ഐ വിൽ ഷോ, ഇവിടെ ഈ ചലഞ്ച് എന്നുള്ള ഓപ്ഷൻ എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ചലഞ്ച് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എടുക്കും. ഈ ചലഞ്ച് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എടുക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദിസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ കാര്യം കാണാൻ പറ്റും. അപ്പം ഇവിടെ ഈ കാണുന്നതാണ് ഓക്കെ, ഈ കാണുന്നതാണ് ക്വസ്റ്റ്യൻ ID. ഈ കാണുന്നതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ID മുമ്പ് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഓപ്ഷൻ ID ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത് ഓക്കെ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് നിങ്ങൾ ആൻസർ കീ നോക്കുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം എന്തിലേക്ക് പോകും, നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് എന്താ അറിയാം, ഈ ലാസ്റ്റ് 3 നമ്പേഴ്സ് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ഐഡിന്റെ അവസാനം 675 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഐഡിയുടെ ആൻസർ ഓപ്ഷൻ 1 ആണ്. 675 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഐഡിയുടെ ആൻസർ ഓപ്ഷൻ 1 ആണ് എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് വരും. 675 എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കും. 675 എന്നുള്ള ക്വസ്റ്റ്യൻ കറക്റ്റ് ഓപ്ഷൻ 1 ആണ്. നമ്മൾ എഴുതിയത് 1 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായി 2 മാർക്ക് കിട്ടി. അതാണ് ഇവിടെയും കാണുന്നത് അല്ലെ, 1 ആണ് കറക്റ്റ് ആൻസർ. ഈ 1 തന്നെയാണ് ഇവിടെ കേട്ടോ, ഈ 3 തന്നെയാണ് ഇവിടെ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. സോ ബേസിക്കലി ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്കറിയാം, ഓക്കെ, സോ വി ഹാവ് 676 കോഡുള്ള ക്വസ്റ്റ്യന് നമ്മൾ ഓപ്ഷൻ 3 ആണ്. 676 നമ്മൾ ഓപ്ഷൻ 3 ആണ്. നമ്മൾ വീണ്ടും പോകുന്നു ഇതിലേക്ക്. 676 നമ്മൾ നോക്കുന്നു. 676 ഓപ്ഷൻ 3 ആണ്. രണ്ടാമത്തെ നമ്മളത് കറക്റ്റ് അല്ലെ, രണ്ടാമത്തെ നമ്മളത് കറക്റ്റ് ആണ്. ഓക്കെ, ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കറക്റ്റ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. മൂന്നാമത്തെ നമുക്ക് എടുക്കാം. സോ വി ഹാവ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 677 അല്ലെ, 677 നമ്മൾ കൊടുത്ത ഓപ്ഷൻ 2 ആണ്. 677 നമ്മൾ കൊടുത്ത ഓപ്ഷൻ 2 ആണ്. സോ 677 our option is 2 ആണ്. ഇതിൽ 607 ഓപ്ഷൻ 2 ആണ്. സോ 3 ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. അതൊരു ഇഫ്രൈറ്റിന്റെ റെസ്പോൺസ് ഷീറ്റ് ആണ്. ഡാറ്റ 5 കറക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ കീ നമ്മൾ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ കീ നമ്മൾ കറക്റ്റ് ആണ് നമ്മൾ നോക്കുക. ഇനി എന്താണ് ആൻസർ കീ ചാലഞ്ച്? എന്താണ് ആൻസർ കീ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, NTA തന്നിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ആൻസർ കീ എന്ന് പറഞ്ഞിട്ട് അവർ തരുന്ന ഈ ഒരു ആസ്പെക്ട് ഉണ്ടല്ലോ, അതായത് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു കറക്റ്റ് ആൻസർ ഉണ്ടല്ലോ, ഈ കറക്റ്റ് ആൻസർ ശരിയല്ല, വേറൊരു ഓപ്ഷൻ ആണ് ശരി എന്ന് പറയുന്നതാണ് ആൻസർ കീ ചാലഞ്ച്. അപ്പൊ ആൻസർ കീ ചാലഞ്ച് എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ, ബേസിക്കലി ഇതിലിപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ശരിയായതുകൊണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ 677 എന്ന് പറയുന്ന ക്വസ്റ്റ്യന് ഓപ്ഷൻ നമ്മൾ 2 ആണ് കൊടുത്തത്. ഓക്കെ, ഓപ്ഷൻ 2 ആണ് കൊടുത്തിട്ടുള്ളത്. സപ്പോസ് നമ്മൾ കൊടുത്ത ഓപ്ഷൻ 3 ആണെന്ന് കരുതാം. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ 3 ആണെന്ന് കരുതാം. നമുക്ക് ഉറപ്പാണ് ഇതിന്റെ ഓപ്ഷന്റെ ഉത്തരം 3 ആണ് എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ നമ്മൾ 677 എന്തിലേക്ക് പോകും? ഓപ്ഷൻ 3 ആണെന്ന് നോക്കും. നമ്മൾ ഇവിടെ 677 നോക്കും. ഓക്കെ, 677 നോക്കും. ഓപ്ഷൻ ഓക്കെ 3 ആണ് നമുക്ക് കറക്റ്റ് ആണ്, ഉറപ്പാണ്. പക്ഷേ ഇവിടെ അങ്ങനല്ല കേട്ടോ. ഞാൻ മനസ്സിലാകാം. ഇവിടെ പക്ഷെ നമ്മൾ അവർ കൊടുത്ത് 2 ആണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ നമ്മൾ എന്താ അറിയാം, ഈ ഓപ്ഷൻ 3 മേലെ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഈ ഓപ്ഷൻ 3 നമ്മൾ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഓപ്ഷൻ 3 നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്ഷൻ 2 ഒഴിവാക്കുക എന്നുള്ള ഓപ്ഷൻ നമുക്കില്ല. ഓപ്ഷൻ 2 കറക്റ്റ് ആണെന്ന് പോലും പറയുന്നു. ഇവിടെ കൊടുത്ത ഈ സംഭവം എന്താന്ന് വെച്ചാൽ 4 കറക്റ്റ് എന്ന് അവർ പറയുന്നതാണ്. ഓക്കെ, ഇത് 4 കറക്റ്റ് എന്ന് അവർ പറയുന്നതാണ്, 1 കറക്റ്റ് എന്ന് പറയുന്നതാണ്, 3 കറക്റ്റ്. അപ്പൊ കൊടുത്ത കറക്ഷൻ നമുക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ, നമുക്ക് പുതിയൊരു ആൻസർ കീ കൂടി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് വേണ്ടെന്ന് അവർ ഫൈനലാണ് കേട്ടോ. മറ്റൊരു തെറ്റാണോ ഒഴിവാക്കാന്നുള്ള അവർ ഫൈനലി തീരുമാനിക്കും. 677 3 ആൻസർ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് തോന്നുകയാണ് ആ ഓപ്ഷൻ എല്ലാം കറക്റ്റ് ആണെന്ന് തോന്നുകയാണ്. 4 ഓപ്ഷൻ കറക്റ്റ്, അത് ഡാറ്റക്കൊന്നും വരില്ല, ചില ആസ്പെക്റ്റുകളിലേക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ആൻസർ കീ ഇല്ലാത്തൊരു ഓപ്ഷനാണ് തോന്നാലൊക്കെ. അപ്പൊ നമ്മൾ 4 നമുക്ക് ഒക്കെ ടിക്ക് ഇടാൻ പറ്റും. ഉണ്ടോ, 4 ടിക്ക് ഇടാൻ പറ്റും. 4 കറക്റ്റ് ആയ ഒരു ഓപ്ഷൻ അപൂർവമായിട്ടേ വരുള്ളൂ. ഇനി ചിലപ്പോൾ എന്തുണ്ടാവും, കറക്റ്റ് ആൻസർ കീ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിവിടെ നൺ ഓഫ് ദീസ് കൊടുക്കും. ഇതാണ് ആൻസർ കീ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ പോകുന്നു, നമ്മൾ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഐ ഡി നോക്കുന്നു, നമ്മൾ ഓപ്ഷൻ നോക്കുന്നു, ഇവിടെ വരുന്നു, നമ്മൾ ആ കറക്റ്റ് ക്വസ്റ്റ്യൻ ഐ ഡിയുടെ ഓപ്ഷൻ നോക്കുന്നു. നമ്മൾ കൊടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, ഓരോ ഓപ്ഷനിലേക്ക് നോക്കുന്നു, എന്നിട്ട് അവരുടേത് തെറ്റാണെങ്കിൽ ഓക്കെ ഏതുകൂടിയാണ് ശരി എന്നുള്ളത് നമ്മൾ പറയുന്നു. ഏതുകൂടിയാണ് ശരി എന്നുള്ളത് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണ് ശരി എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ ജസ്റ്റ് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കൂടി ചെയ്യണം. അതായത് ഒരു PDF കൂടി. ഇപ്പം ഞാനൊരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ഒരു മാത്സ് NTയുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ ഇത് തെറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് തെറ്റ്, ഇത് ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് ഫയൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അതിനെ PDF ആയിട്ട് സേവ് ചെയ്തിട്ട് ഇതാ ഈ ചൂസ് ഫയൽ എന്ന് പറയുന്ന ഇവിടെ അത് അപ്ലോഡ് ചെയ്യണം. അല്ലാതെ കേവലം ക്ലെയിം ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ, കേവലം ക്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ റീസൺ വെക്കണം. ഇനി ചിലപ്പോൾ നിങ്ങളൊരു സൈക്കോളജി ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ, ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ ഒരു വേർഡ് ഫയൽ റെഡി ആക്കിയിട്ട് അത് PDF ആയിട്ടായിരിക്കണം, 1 MB താഴെ ആയിരിക്കണം, PDF ആയിട്ടായിരിക്കണം, 1 MB താഴെ ആയിരിക്കണം. സോ വിൽ ബി ഹാവിങ് ഓക്കെ ചൂസ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ നിന്ന് എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു ഫയൽ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ കോഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്യാം, സബ്മിറ്റ് ആൻഡ് റിവ്യൂ കൊടുക്കാം. അപ്പോൾ ഒരു ഫൈനൽ ആസ്പെക്റ്റിലേക്ക് വരും, ഫൈനൽ സബ്മിറ്റ് എന്ന് വരും, ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം, പേയ്മെന്റ് ചെയ്യാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, കാരണം ഈ റേഫ് റേറ്റിന് ക്ലൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഓപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കീ ചലഞ്ച് എന്നുള്ള ഒരു സംഭവം ചെയ്യുക. ഓക്കെ, സോ വൺസ് അഗെയിൻ UGC നെറ്റിൽ പോകുന്നു. ഓക്കെ, നിങ്ങളുടേതായ ആ ഒരു പെർട്ടിക്കുലർ പേജ് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പേജ് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നു. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നു എവിടെയാണ് NTയുടെ ആൻസർ കീ ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ എവിടെയാണ് നമ്മുടെ ആൻസർ കീ ഉണ്ടാവുക ഓക്കെ എന്നുള്ളത്. അതായത് ഈ വ്യൂ ആൻസർ ഷീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ആൻസർ കീ ഉണ്ടാവുക, ഈ വ്യൂ. അതുപോലെ ചലഞ്ച് എന്നുള്ളിടത്താണ് NTയുടെ ആൻസർ കീസ് ഉണ്ടാവുക. അത് വെക്കുന്നു, എന്നിട്ട് നമ്മൾ ആൻസർ കീയുമായിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്യുന്നു. അതായത് നമ്മൾ ആൻസർ കീയുമായിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്യുന്നു. തെറ്റായ ആൻസർ കീ ആണെങ്കിൽ നമ്മൾ ചലഞ്ച് ഓപ്ഷൻ എടുക്കുന്നു, ഏത് കൂടിയിട്ടാണ് നമ്മുടെ കറക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഏത് കൂടിയിട്ടാണ് നമ്മുടെ കറക്റ്റ് എന്നുള്ളത് നമ്മൾ നോക്കുന്നു, നമ്മൾ അത് കൂടി സെലക്ട് ചെയ്യുന്നു, എക്സ്പ്ലനേഷൻ അപ്ലോഡ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു, പേയ്മെന്റ് ചെയ്യുന്നു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾ ആൻസർ കീ ഒക്കെ നോക്കുക, എത്ര മാർക്ക് ഉണ്ട് നോക്കാം, അവിടെ നിന്നോട്ടെ. 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിലേതെങ്കിലും തെറ്റായിട്ടുള്ള നിങ്ങൾക്ക് തെറ്റായ ചോദ്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ, ശരിയായ നമ്മൾ ചെക്ക് ചെയ്യേണ്ടല്ലോ. തെറ്റായ ചോദ്യങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ശരിക്കും തെറ്റായതാണോ, ബൈ മിസ്റ്റേക്ക് അവരുടെ ആൻസർക്ക് തെറ്റായതാണോ നോക്കാം. എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ അങ്ങനെയുള്ളത് നിങ്ങൾ ചാലഞ്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ 9 സെപ്റ്റംബർ 2024 വൈകുന്നേരം വരെയാണ് ഈ എക്സാമിൻ്റെ വെരിഫിക്കേഷൻ ചലഞ്ചിങ് ടൈം. നിർബന്ധമായിട്ട് നിങ്ങൾ ആ സമയത്തിനുള്ളിൽ ചലഞ്ച് ചെയ്യുക. ഇത്രയാണുള്ളത്. കൂടുതൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. വിൽ ബി ആൻസറിങ്. ഓക്കെ, താങ്ക് യു.